Hello dear friends, welcome back to our channel. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്. പഴവും റവയും ഉപയോഗിച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂൺ റവ വേണം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് ഈത്തപ്പഴം, ഒരു 3-4 ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്ക് ഇതേ നെയ്യിൽ തന്നെ പഴം ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഒരു ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കുക. പഴം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈത്തപ്പഴം ഇതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഈത്തപ്പഴം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർക്കുകയും ചെയ്യാം. ഈത്തപ്പഴം ആകുമ്പോൾ കുറച്ചും കൂടിയും നല്ല ഹെൽത്തിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചേർത്തു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര കുറച്ചേ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി നമുക്ക് റവ ഒന്ന് കുറുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരണം. വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം പോലത്തെ തേങ്ങ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഈ മിക്സർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ പഴവും തേങ്ങയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറുത്ത് പോരാം. 2 സൈഡും ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കണം. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി പുതിയ വീഡിയോസായിട്ട് വരാം. താങ്ക് യു.